മുസ്ലിം മതത്തിലേക്ക് പണം നൽകിയും പ്രലോഭിപ്പിച്ചും വിവാഹം കഴിപ്പിച്ചും ആളെ കൂട്ടിയ ഉത്തർപ്രദേശിലെ ബൽറാംപൂരിൽ പിടികൂടിയ ജമാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയുടെ വീട്ടിലും സ്ഥാപനത്തിലും യുപി പോലീസിന്റെ റെയ്ഡ്. കടക്കറ്റ് കറൻസി ശേഖരം, ആഭരണങ്ങൾ എന്നിവ പിടികൂടി. ബ്രേക്കിംഗ് റിപ്പോർട്ട്. ഇന്ത്യയിൽ ഇസ്ലാം മതം വ്യാപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ മതപരിവർത്തനം നടത്തിയ അതിൻ്റെ സൂത്രധാരനായ ജമാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞത് 106 കോടി രൂപയുടെ ഫണ്ട് ഇപ്പോൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ബാങ്കുകളിലും ഇദ്ദേഹത്തിൻ്റെ വളരെ ആഡംബര സമൃദ്ധമായ വസതിയിലും മറ്റും വലിയ തോതിലുള്ള ആഭരണങ്ങളും പണവും കണ്ടെത്തി വലിയ തോതിലുള്ള ധനശേഖരണം ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇദ്ദേഹത്തിന് ഇത്തരം രീതിയിൽ മതപരിവർത്തനം നടത്തുവാനുള്ള ഇത്തരം ഫണ്ടും സൗകര്യവും ലഭിച്ചത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് കണ്ടെത്തി. 40 ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ഇതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഉത്തർപ്രദേശിൽ ഹിന്ദു മതത്തിൽ നിന്നും ധാരാളം മതപരിവർത്തനങ്ങൾ മുസ്ലിം മതത്തിലേക്ക് നടത്തിയ സൂത്രധാരനായ ജമാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയ്ക്ക് 40 ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ വിവിധ സംസ്ഥാനത്തും രാജ്യത്തിന് പുറത്തും ദുബൈയിലും ഒക്കെ ആസ്ഥാനമായി ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വരികയാണ്. ഏറ്റവും കുറഞ്ഞത് 20-ലധികം കോടി രൂപയുടെ സ്വത്തുക്കളെങ്കിലും ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് കരുതുന്നു. എന്താണെങ്കിലും 106 കോടി രൂപയുടെ ഫണ്ടാണ് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ളത്, ആസ്തിയിലുള്ളത് എന്ന് കണ്ടെത്തി. ഉത്തർപ്രദേശിലെ ബൽറാംപൂർ ജില്ലയിലെ അടുത്തിടെ പിടികൂടിയ മതപരിവർത്തന റാക്കറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, സംഘത്തലവനാണ് ഇദ്ദേഹം. ലക്നൌവിലെ ഒരു ഹോട്ടലിലായിരുന്നു പ്രധാനമായിട്ടും മതപരിവർത്തനത്തിന്റെ ഇടപാടുകളും ആളുകളെ കൊണ്ടുവരികയും അവർക്ക് പണം വാഗ്ദാനം ചെയ്യുകയും അല്ലെങ്കിൽ അവർക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും ഒക്കെ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയായിട്ടുള്ള നസ്രീൻ എന്ന ആളെയും അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ജമാലുദ്ദീനെ ചുറ്റിപ്പറ്റിയുള്ള കുരുക്ക് മുറുകുകയാണ്. മതപരിവർത്തന സംഘത്തിന് UAE-യുമായിട്ടും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റുമായിട്ടും വലിയ ബന്ധങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇത്തരം ആവശ്യങ്ങൾക്ക് ചാരിറ്റി സഹായമായി മറ്റും ഈ വൻതോതിൽ ഫണ്ടെത്തുന്നു. ഇത്തരം ഫണ്ടുകൾ ഇന്ത്യയിൽ മതപരിവർത്തനത്തിനും മുസ്ലിം മതത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന് പണം കൊടുക്കുന്നതിനും ഈ സംഘം ഉപയോഗപ്പെടുത്തുകയായിരുന്നു. വലിയ തോതിലുള്ള ധനസമാഹരണം നടത്തുകയും അത് വിധവകളും മറ്റു മതത്തിൽപ്പെട്ട ഹിന്ദു മതത്തിൽപ്പെട്ട ദരിദ്രരും നിസ്സഹായരുമായിട്ടുള്ള തൊഴിലാളികൾ, ദുർബല വിഭാഗങ്ങൾ, വിധവകൾ, അതുപോലെ സ്കൂൾ കോളേജ് തലത്തിൽ ഉള്ള പെൺകുട്ടികൾ, ഇവർക്കൊക്കെ വലിയ പ്രോത്സാഹനങ്ങൾ കൊടുക്കുക, സാമ്പത്തിക സഹായങ്ങൾ നൽകുക, വിവാഹ വാഗ്ദാനങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ, ജോലിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, വീട് വെച്ച് കൊടുക്കുക, ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ വലിയ തോതിലുള്ള മതപരിവർത്തനം മുസ്ലിം വിഭാഗത്തിലേക്ക് നടത്തി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് NIA അടക്കമുള്ള ഏജൻസികൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ഉത്തർപ്രദേശിൽ നടത്തിയ മതപരിവർത്തനത്തിന്റെ ഏറ്റവും വലിയ സൂത്രധാരൻ തന്നെയായിരുന്നു ജമാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബ. ഇപ്പോൾ അറസ്റ്റിലായി. പോലീസിന്റെ വെളിപ്പെടുത്തലുകളാണ് ഇപ്രകാരം. ഈ കേസ് ഇപ്പോൾ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. രാജ്യത്തിന് പുറത്തേക്ക് ഇതിന്റെ അന്വേഷണം NIA തന്നെ ഇപ്പോൾ ഇന്റർപോൾ എന്നീ വിഭാഗങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇത്തരം ആവശ്യങ്ങൾക്ക് ഇന്ത്യയിൽ വലിയ തോതിലുള്ള ധനസമാഹരണം, ചാരിറ്റിയുടെ ഫണ്ട് ശേഖരണം ചാരിറ്റിയുടെ രൂപത്തിൽ എത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം ഇതേ സംഘത്തിന് മതപരിവർത്തനം മാത്രമാണോ ലക്ഷ്യം? മറ്റ് ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായിട്ടോ പാകിസ്ഥാൻ ഏജൻസികളുമായിട്ടോ ബന്ധമുണ്ടോ എന്ന് UP ഭീകര വിരുദ്ധ സ്ക്വാഡ് ATS അന്വേഷിക്കുന്നുണ്ട്. സംഘത്തിനെതിരെ എന്താണെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. UP സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും അതുപോലെ തന്നെ ATS-ഉം സജീവമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ATS ആണ് ഇപ്പോൾ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നത്. കേസിൽ ഭീകര ബന്ധം ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തിയാൽ ഇതുമായിട്ടുള്ള ഫയലുകൾ NIA-ക്ക് കൈമാറുകയും ചെയ്യും. ഇപ്പോൾ തന്നെ പ്രാഥമികമായിട്ട് ഈ വിഷയത്തിൽ NIA-യും അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ധനസമാഹരണം സംബന്ധിച്ച് എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇത്രമാത്രം ഫണ്ട് വന്നതും അത് ഇന്ത്യയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മതപരിവർത്തനത്തിനും ഉപയോഗിച്ചത് എന്ന് അന്വേഷണം ഇപ്പോൾ തന്നെ നടത്തുന്നുണ്ട്. ബൽറാംപൂരിലെ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്ന മറ്റുള്ളവരെ കുറിച്ച് ലോക്കൽ പോലീസ് വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സംഘത്തിൽ ഉൾപ്പെട്ട നിരവധി ആളുകൾ ജമ്മു കാശ്മീർ പൗരന്മാർ, ജമ്മു കാശ്മീരിലെ ആളുകളുണ്ട്, അവിടുത്തെ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ സംഘടനകളും ബന്ധങ്ങളും ഇവർക്കുണ്ടോ എന്ന് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. രാജ്യത്ത് ഇസ്ലാം മതത്തിലേക്കുള്ള ഏറ്റവും വലിയ മതപരിവർത്തകനായിട്ടാണ് ഇപ്പോൾ
ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്, ചങ്കൂർ ബാബയെ അറിയപ്പെടുന്നത്. ഇയാളുടെ വരുമാനം 106 കോടി കണ്ടെത്തിയതിൽ തുടർന്ന് അനധികൃതമായിട്ടുള്ള വരുമാനവും നിക്ഷേപവും അന്വേഷിക്കുവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടു എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇന്നലെ EDയുടെ ലക്നൗ യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിന്റെ അടിസ്ഥാനത്തിൽ വരുമാനത്തിന്റെ കണക്കെടുപ്പുകളും റെയ്ഡുകളും ആരംഭിച്ചിട്ടുണ്ട്. ആരായിരുന്നു പണം അയച്ചത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇത്തരം ആളുകൾക്ക് പണം UPയിൽ എത്തിച്ചത് എന്നും അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചങ്കൂർ ബാബയുടെ സാമ്രാജ്യം കാശ്മീരിൽ അതുപോലെ UPയുമായിരുന്നു. ചങ്കൂർ ബാബ ഒരു സൈക്കിളിൽ മോതിരങ്ങൾ വിറ്റും ആഭരണങ്ങൾ വിറ്റും നടന്ന ഒരു നാടോടിയായിരുന്നു. ഒരു നാടോടിയുടെ രൂപത്തിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ നാടോടിയുടെ രൂപത്തിൽ സൈക്കിളും മാലകളും മോതിരങ്ങളും ഒക്കെ വിറ്റ് നടന്ന ഇയാൾക്ക് 106 കോടി രൂപയുടെ ഒരു ആസ്തി ഇപ്പോൾ കണ്ടെത്തി എന്നത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്നത്. രാജ്യത്ത് വലിയ തോതിൽ മതപരിവർത്തനം ഇസ്ലാം മതത്തിലേക്ക് നടത്തിയ ആളായിരുന്നു, അതിന്റെ തലവനായിരുന്നു. മിഡിൽ ഈസ്റ്റ് ആയിരുന്നു ഇതിന്റെ എല്ലാം കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചത്. 40 വ്യത്യസ്ത അക്കൗണ്ടുകളിലായിട്ടാണ് ഈ 106 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ED കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് ED ഇപ്പോൾ ഇദ്ദേഹവുമായിട്ട് വിവിധ ബന്ധമുള്ള സ്ഥാപനങ്ങളിൽ ഇദ്ദേഹം മാലയും മോതിരവും മേടിക്കുന്നിടത്തും അത് വേണ്ട പണം കൊടുക്കുന്നിടത്തും ഒക്കെ അന്വേഷണം നടത്തുന്നത്. മാലയും മോതിരവും വിറ്റ് ഹിന്ദു യുവതികളെ ആകർഷിക്കുക, അവിടെ വെച്ച് കച്ചവടങ്ങളും തെരുവുകളിലും വെച്ച് അനാഥരെയും അതുപോലെ വിധവകളെയും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ദുർബലരെയും പെൺകുട്ടികളെയും കണ്ടെത്തുകയും അവർക്ക് ആഭരണങ്ങൾ കൊടുക്കുകയും അതിനുശേഷം പണം കൊടുക്കുകയും വശീകരിക്കുകയും ചെയ്യുക, അതിന് ശേഷം മതപരിവർത്തനം നടത്തുക. ഇതായിരുന്നു ഈ ചുങ്കൂർ ബാബ ചെയ്തിരുന്നത്. ഉത്തർപ്രദേശിലെ റഹ്മ മാഫി ഗ്രാമത്തിൽ നിന്നുള്ള ചങ്കൂർ ബാബ അയാളുടെ മുഴുവൻ സാമ്രാജ്യവും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്ക് നേപ്പാളിലും വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ബൽറാംപൂർ ജില്ലയിലെ ഉത്തര രൗള പ്രദേശത്താണ് ഇയാളുടെ ഗ്രാമം. ഒരിക്കൽ ഇയാളുടെ ജന്മനാട്ടിലെ തലവനായിട്ടും നിയമിച്ചിരുന്നു. ഈ പ്രദേശത്തെ ഗ്രാമത്തലവനായിട്ടും ഇദ്ദേഹത്തെ വാഴിച്ചിരുന്നു. അതോടൊപ്പം മറ്റ് എടുത്തു പറയേണ്ടത് അറസ്റ്റിലായിട്ടുള്ള ചങ്കൂർ ബാബ UPയിലെ വിവിധ സ്ഥലങ്ങളിൽ ആരാധനാലയങ്ങൾ, മോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മോസ്കുകൾക്കെല്ലാം വലിയ തോതിലുള്ള കെട്ടിടങ്ങൾ പണിതു കൊടുക്കാനും മറ്റും വലിയ തോതിലുള്ള സഹായങ്ങൾ ഇദ്ദേഹമാണ് നൽകിയത്. ഈ നിയമവിരുദ്ധമായിട്ട് സമാഹരിച്ച പണം അതിനകത്ത് നിന്ന് എടുത്താണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകിയത് എന്ന് കണക്കാക്കുന്നു. മാത്രമല്ല UPയിലെ സർക്കാർ ഭൂമിയിൽ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ മത ആവശ്യത്തിന് വേണ്ടി നിർമ്മിക്കുകയും മറ്റ് അനാഥരെ സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുവാൻ എന്ന രീതിയിൽ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ഇത്തരം കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ടും UP പോലീസ് ബുൾഡോസർ നടപടി ഉപയോഗിച്ച് ചങ്കൂർ ബാബയുടെ കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മിച്ചത് പൊളിച്ചുമാറ്റി. കെട്ടിടത്തിൽ 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനകത്ത് തുരങ്കം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് UP പോലീസിന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. ചങ്കൂർ ബാബയും അദ്ദേഹത്തിന്റെ കുടുംബവും സഹായിയും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിൽ നിയമവിരുദ്ധമായി പണിത കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്നു. ചങ്കൂർ ബാബയ്ക്ക് UPയിലെ കെട്ടിടങ്ങൾക്ക് പുറമെ മറ്റ് നിരവധി സ്ഥലങ്ങൾ, കാശ്മീർ ഉൾപ്പെടെ നേപ്പാളിലും കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലും ഇദ്ദേഹത്തിന് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ചില സൂചനകൾ EDക്ക് കിട്ടിയിട്ടുണ്ട്. 2023 ഓഗസ്റ്റ് 2 രേഖകൾ പ്രകാരം മഹാരാഷ്ട്രയിലെ ഒരു ഭൂമിക്ക് മാത്രം 16.49 കോടി രൂപ മതിപ്പ് വില കണക്കാക്കി ഇയാൾ വിലക്കെടുത്തിരുന്നു. മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന വ്യക്തിയാണ് അന്ന് മഹാരാഷ്ട്രയിൽ ഈ ചങ്കൂർ ബാബയ്ക്ക് ഭൂമി വിറ്റത്. എന്താണെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങളിലൂടെ രാജ്യത്ത് പണം കൊണ്ടുവരികയും അത് മതപരിവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ UP പോലീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIAയും വെളിപ്പെടുത്തുന്നത്. അന്വേഷണം മിഡിൽ ഈസ്റ്റിലേക്ക് വ്യാപിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നേപ്പാളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു. മുമ്പ് ഇത്തരം മതപരിവർത്തനത്തിന്റെ ആസൂത്രകർ എന്നറിയപ്പെടുന്നതും ആക്ഷേപിക്കുന്നതും ക്രിസ്ത്യൻ മിഷണറിമാരെയായിരുന്നു. എന്നാൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ രീതിയിലുള്ള രാജ്യത്തിന് പുറത്തുനിന്ന് വൻതോതിൽ ഇത്തരത്തിൽ ചാരിറ്റി ഫണ്ടുകൾ ശേഖരിച്ച് ഇസ്ലാം മതത്തിലേക്ക് ആളുകളെ ചേർക്കുന്ന ഒരു സംഘത്തെ ഇപ്പോൾ പിടിയിലാകുന്നത്. അന്വേഷണം വ്യാപിപ്പിക്കുന്നതോടെ ഇതിന്റെ കണ്ണികൾ കാശ്മീരിലേക്കും നേപ്പാളിലേക്കും നീണ്ടുകിടക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.